ഏഴാമത്തെ പാട്ടാണ്. ദിനം ദിനം നീ വാഴ്ത്തുക, യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. എല്ലാ ദിനവും കർത്താവിനെ പാടി മഹത്വപ്പെടുത്താനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദിനം മാത്രമല്ല, ഓരോ നിമിഷങ്ങളും ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ അതാണ് ഏറ്റവും അനുഗ്രഹം. ഒരായുസ്സും ആരോഗ്യവും അവസരവും എല്ലാം ദൈവം നൽകി തന്നു. കഴിഞ്ഞ രാത്രി കിടന്ന് എത്രയോ പേർ ഈ പ്രഭാതം കണ്ടില്ല, എഴുന്നേറ്റിട്ടില്ല, ഈ ഭൂമി മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു ദിവസം ദൈവം നമുക്ക് വേണ്ടി സമ്മാനിച്ചു. ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകി. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ വേളകളിലും കർത്താവ് നമ്മളെ സഹായിച്ചു. നമുക്ക് ആരോഗ്യം നൽകി, നമുക്ക് ബലം നൽകി, നമുക്ക് സൗഖ്യം നൽകി, സമാധാനം നൽകി. യേശു കർത്താവിനെ അറിയുവാൻ, ആരാധിപ്പാൻ, ദൈവവചനത്തെ അനുഗമിപ്പാൻ ഒക്കെ ദൈവം നമുക്ക് അവസരം നൽകി തന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ പാൽപ്പടിയുള്ളപ്പോൾ ആത്മാർത്ഥതയുള്ള ഹൃദയത്തോടെ കരങ്ങൾ അടിച്ച് നമ്മുടെ അതിരകത്തോട് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദിനം ദിനം നീ വാഴ്ത്തുക, യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം, ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Yes,
ചെയ്യാം. മുമ്പിലുണ്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജയന്റെ അച്ഛൻ പാസ്റ്റർ ചില നിമിഷങ്ങൾ ദൈവവചന ശുശ്രൂഷയുമായി നമ്മുടെ മധ്യത്തിലായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു. മതി. യജമാനനെ, ഞാൻ ആഴമുള്ള, ബാക്കി നിങ്ങൾക്ക് പറയാമോ, ഒരു കിണറിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ആഴമുള്ള ഒരു കിണറിന്റെ ഉടമയാണ് ഞാൻ. ദൈവം മോശയോട് പറഞ്ഞു, നീ കരം ഉയർത്തി വെച്ചാൽ ഫെലിസ്ത്യരും അമാലേക്യരും പരാജയത്തിന്റെ പടുകുഴിയിൽ പതിക്കും. കരം ക്ഷീണിക്കുമ്പോൾ അഹരോനും ഹൂരും കൂടെ ഇടത്തും വലത്തും നിന്ന് പറഞ്ഞില്ല, മോശെ, നിന്റെ കരം ഇച്ചിരി നേരം താത്തുവെക്ക്, ഞങ്ങൾ എന്ത് ചെയ്യാം, കരം ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. ഇല്ല, മോശയുടെ കരങ്ങളിൽ എന്ത് ചെയ്തു? മോശ കരം ഉയർത്തിയാൽ മതി. അതായത് എനിക്ക് വചനം അറിയാവുന്നതുകൊണ്ട് ഞാനത് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കും. പ്രൈസ് ലോർഡ്. എനിക്ക് ഒരു സന്തോഷമുള്ളത്, അയർലൻഡിൽ പോയപ്പോൾ 2 ആത്മാക്കളെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഒന്ന് ഒരു കോളേജിലെ പ്രൊഫസറാണ്, റോമൻ കത്തോലിക്കയിലെ ഒരു പ്രൊഫസർ. അത് വലിയ പാരമ്പര്യം പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു കുഞ്ഞാടിനെ പോലെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചു. രണ്ടാമത് കിട്ടിയ ഒരു പെൺകുട്ടിയെ, അവിടെ CSI സഭയിലെ കൊയർ ലീഡർ, വർഷിപ്പ് ലീഡർ, ഒരു പെണ്ണ്. ആ പെൺകുട്ടിയുടെ പേര് ജോയിസ് എന്നാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചു. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? 2 ആത്മാക്കളെ നേടാൻ കർത്താവ് വന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവദിനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മുടെ മുഖവര പറഞ്ഞ് ഞാൻ കൃത്യസമയത്ത് പ്രസംഗിച്ചാലും ഇല്ലെങ്കിലും നിർത്താം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവചനം 55:11 മുഖവരയിൽ പറയുന്ന വാക്യങ്ങളാണ്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. കണ്ടോ, പാസ്റ്റർ പ്രസംഗിക്കുന്ന ദൈവ വചനം വെറുതെ മടങ്ങി വരികയില്ല. പിന്നെയോ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കും. കേട്ടാലും കേൾക്കാഞ്ഞാലും ദൈവദാസന്മാർ ദാസിമാർ പ്രസംഗിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനം വായിൽ നിന്ന് വരുമ്പോൾ പ്രസംഗിക്കുന്നത് take it easy. Praise the Lord. Don't take it easy. Praise the Lord. അത് നിസ്സാരമായി എടുക്കരുത്. എന്റെ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നത് വെറുതെ വരികയില്ല. ഏത് ഉദ്ദേശത്തോടു കൂടെ ദൈവവചനം ദൈവം അയച്ചു, അത് നിവർത്തിച്ച് ഇഷ്ടമുള്ളത് ചെയ്ത് മടങ്ങി വരത്തുള്ളൂ. 107:20 അതാ പറഞ്ഞേ, I will send the message of the word of God and let them be healed. ഞാൻ എന്റെ വചനം അയക്കും. SMS അയക്കാം, ഇല്ലേ? Praise the Lord.
അത് സങ്കീർത്തനക്കാരനാ കണ്ടുപിടിച്ചത്. ഷോർട്ട് മെസ്സേജ് വായുവിൽ കൂടെ അയക്കാമെന്ന്. നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ വാചകങ്ങൾ അന്തരീക്ഷത്തിൽ കൂടെ അതിവേഗം സഞ്ചരിക്കുകയാണ്. ഞാൻ എന്റെ വാചനം അയക്കും. അമേരിക്കയിലുള്ളവർക്ക് വിടുതൽ കൊടുക്കും. ഈ സഭയിലെ അംഗമായ സോളമനെ ഓർത്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അമേരിക്കയിലുള്ള ഉദാഹരണം ഞാൻ പറയുക. ആ സഹോദരന്റെ വിഷയത്തിന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ കിട്ടും. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മൾ ജാഗരൂകരായിരിക്കണം. നമ്മൾ വന്നത് ദൈവത്തിന്റെ ആലയത്തിലാണ്. IPC സഭയിലല്ല, ചന്തയിലല്ല പോയത്, ജിംനേഷ്യത്തിലല്ല, കരാട്ടെ പഠിക്കാൻ വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തെ അല്പസമയം ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ ആത്മാവിന്റെ നിയോഗത്താൽ ആലയത്തിലേക്ക് അരുമനാഥനാൽ അയക്കപ്പെട്ട ദൈവ പൈതല് സ്തോത്രം പറയാൻ ആരും പ്രേരിപ്പിക്കണ്ട. ഈ കാലവാൾ അപക്ഷത്തനറിയോ? ആത്മാവിന്റെ അഭിഷേകം നിന്റെ അന്തരാത്മാവിലുണ്ടെങ്കിൽ അന്യായ ബന്ധനങ്ങൾ കൊണ്ട് അന്ധകാര ശക്തികൾക്ക് നിന്നെ ബന്ധിച്ചു വെക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം കഴിഞ്ഞ നാളുകളിൽ കേട്ടത്, ഈ പകൽ ദൈവദാസനവിടെ കേട്ടത് വെറുതെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. There is an inward creation. അന്തരാത്മാവിൽ ഒരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1991 ലോകത്തിലെ സമ്പൽ സമൃദ്ധ രാജ്യമായ കുവൈറ്റിന് നേരെ ഇറാഖിലെ പട്ടാളക്കാര് സ്കഡ് മിസൈലുകൾ അയച്ചു. അവർക്ക് തിരിച്ചയക്കാൻ ഒന്നുമില്ലായിരുന്നു. അമീർ തൊട്ട് ഹെലികോപ്റ്ററെ പറന്ന് രക്ഷപ്പെട്ടു. അല്ലാത്തവരെല്ലാം കഷ്ടപ്പെട്ടു. എന്നാൽ അമേരിക്കയ്ക്ക് ചില കഴിവുകളുണ്ട്. അമേരിക്കയുടെ മറൈൻ ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നു. കടലിൽ കിടക്കുക. അവരടങ്ങിയിരുന്നില്ല. പേട്രിയറ്റ് മിസൈൽ, സ്കഡ് മിസൈലിനെതിരെ റഡാർ സാറ്റലൈറ്റ് സംവിധാനത്തിന്റെ സഹായത്തോട് അന്തരീക്ഷത്തിൽ വെച്ച് റഡാർ സംവിധാനത്താൽ ശത്രു സൈന്യം തൊടുത്തുവിട്ട സ്കഡ് മിസൈലിനെ അന്തരീക്ഷത്തിൽ വെച്ച് കണ്ടുപിടിച്ച് കൂട്ടിമുട്ടി തീ കത്തിച്ച് നിർവീര്യമാക്കിയെങ്കിൽ ഹല്ലേലൂയ. എഫെസ്യർ 6:16 വായിച്ച് നേരാണോ നമുക്കത് പരിശോധിക്കാം. എഫെസ്യർ 6:16 വേഗത്തിൽ. ദുഷ്ടന്റെ തീയമ്പുകളെ, തീയമ്പുകൾക്ക് മലയാള ഭാഷയിലുള്ള പദമാണ് തീയമ്പ്. അതിലെ ഇംഗ്ലീഷിൽ മിസൈൽ. ദുഷ്ടൻ സദാ സമയവും സഹോദര സഹോദരി സഭയ്ക്കെതിരെ, സഭായോഗത്തിനെതിരെ അവൻ തീയമ്പുകളെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ ഫയർ എക്സ്റ്റിംഗ്വിഷറായി, തീ കെടുത്തുവാൻ കാർബൺ ഡയോക്സൈഡ് ഗ്യാസായി, ഡ്യൂ ഗ്യാസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് പൊടിയായും കെമിക്കലായും വിടാറുണ്ട്. ഇന്ന് പകൽക്കാലം IPC സഭയിൽ ആത്മീയരായ ദൈവമക്കളുടെ അന്തരാത്മാവിൽ ആളിക്കത്തുന്ന അഭിഷേകത്തിന്റെ അഗ്നിയെ കെടുത്തിക്കളയുവാൻ ദുഷ്ടനെ നീ എത്ര തീയമ്പുകൾ അയച്ചാലും എന്റെ ബലഹീന ശരീരത്തിൽ എന്നെ ബലപ്പെടുത്തുന്ന ഒരു അഭിഷേക ശക്തി അദൃശ്യ രംഗത്തിൽ ഇവിടെ ആലയത്തിൽ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. ദൈവമക്കൾ ആത്മീയ അന്തരീക്ഷത്തിൽ ഇരുന്നില്ലെങ്കിൽ ഇവിടെ പ്രസംഗിക്കുന്ന ആ പാസ്റ്റർമാർക്ക് വലിയ പ്രയാസമാണ് പ്രസംഗിക്കാൻ.
ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവമേ, ചിലപ്പോഴൊക്കെ സാമ്പാസ് ജീവൻ കളഞ്ഞ കിടന്ന് പ്രസംഗിക്കുന്നു. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ തേജസ്സിന്റെ ശുശ്രൂഷയാണ്. സന്തോഷമുള്ളവർ, പ്രജുഡൈസോടുകൂടെ ഇരിക്കാത്തവർ, മുൻവിധിയില്ലാത്തവർ ഇടതടവില്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്ന് രണ്ട് വാക്യം കൂടെ വായിച്ച വേദഭാഗത്തേക്ക് വന്ന് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം. യെസക്കേൽ പ്രവചനം ഒരു പാസ്റ്ററുടെ കടമ, അല്ലെ കമ്പാഷൻ പാസ്റ്ററുടെ ഡ്യൂട്ടി എന്താണെന്ന് അവിടെ പറയുന്നത്. 22-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിച്ചു. വേഗത്തിൽ വാ. അതിലെ പുരോഹിതന്മാർ ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലനവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. എന്റെ ശബത്തുക്കളെ നോക്കാതെ കണ്ണു മറച്ചു കളയുന്നു. നോക്കൂ, ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 7-ാം വാക്യം കൂടെ വായിച്ച് 22-ന്റെ 7. നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്നു. ജന്മം നൽകിയ അമ്മേ, നിനക്ക് പുച്ഛമല്ലേ? ജന്മം നൽകിയ അപ്പനെ നിനക്ക് പുച്ഛമല്ലേ എന്ന് ദൈവത്തിൽ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ പറയാൻ എന്നോട് പറയുകയാണ്. തമ്പാച്ചപ്പാശ്രേ, അമ്മയെ അപ്പനെ ബഹുമാനിക്കാത്തവൻ എന്തോ പെന്തക്കോസുകാരിയ, എന്തോ പെന്തക്കോസുകാരന. അപ്പനെ പുച്ഛിക്കുന്നവനെ, അമ്മയെ പുച്ഛിക്കുന്നവനെ ദൈവരാജ്യം തരിശു കിടന്നാൽ അങ്ങോട്ട് പോകാമെന്ന് ആഗ്രഹിക്കേണ്ട. മലാക്കി 1:6 വായിച്ച്. ഞാൻ ഇതൊന്നും പറയാൻ എഴുന്നേറ്റ് നിന്നതല്ല, നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലയോ? ഞാൻ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? CPM-കാരുടെ ഭക്തി നമുക്കുണ്ടോ? കത്തോലിക്കരുടെ ഭക്തി നമുക്കുണ്ടോ? നിങ്ങളോർക്ക് നീ നല്ലവനാണോ? മജിസ്ട്രേറ്റ് കോടതി ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റിനോട് നമ്മൾ ചോദിക്കുമോ, നീ ഇതുപോലെ വിധിക്കാൻ നീ യോഗ്യനാണോ എന്ന് ജഡ്ജിയോടോ ചീഫ് ജസ്റ്റിസിനോടോ നമ്മൾ ചോദിക്കുമോ? ഇല്ല. ചോദിച്ചാൽ കാലും കൈയും പൂട്ടി കാരാഗ്രഹത്തിലിടും. ദൈവവചനത്തിന് ബന്ധനമില്ല. ഞാൻ ബന്ധക്കോസിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില കടമകളും ചുമതലകളും കടപ്പാടുകളും വെസ്റ്റഡ് അപ്പോൺ യു ആൻഡ് മീ, നിങ്ങളുടെ മേലും എന്റെ മേലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നോട് ഒരാള് അയർലൻഡിൽ ചെന്നപ്പോൾ ചോദിച്ചു, എന്തിനാ സ്നാനപ്പെടുന്നത്? റോമലേഖനം 6:3-4 ഒന്ന് വായിച്ച് വേഗത്തിൽ വായിച്ച് നിർത്താൻ പോകും. മുറിവാക്യം വായിക്കാൻ കടക്കാനുള്ള സമയമില്ല. IPC എബനേസർ സഭ ഗല്ലേലിമുക്കിനുള്ള ദൈവസഭയോട് ചേരാനല്ല ഒരുവൻ സ്നാനപ്പെടുന്നത്. 1970 കടമനിട്ടക്കാരൻ കണ്ണമ്പ്ളാക്കിലെ ദേവിസാർ പാടി റബ്ബർ തോട്ടത്തിൽ ഇരുന്ന് അപ്പനും അമ്മയും ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടപ്പോൾ വേക്കപ്പടിക്ക് മേലുള്ള കണ്ണമ്പ്ളാക്കിലെ ദേവിസാറ് PWDയിലെ എഞ്ചിനീയർ ഓവർസിയർ ഗവൺമെന്റ് ജോലിയുള്ളവൻ പാടി, യേശുവോട് ചേർന്നിരിപ്പാൻ എത്ര മോദമേ, യേശുവോട് ചേർന്നിരിപ്പത്. അപ്പോൾ യേശുവിനോട് ചേർന്നോ നമ്മൾ?
ശാന്തമായി ഒന്ന് ചിന്തിച്ച് ആണ്ടുകൾ 12 മാസം 18 മാസം അവസരങ്ങൾ ദൈവം ദാനമായി തന്നിട്ട് പ്രൈസ് ലോർഡ് കണ്ണ് കാണുമ്പോൾ കാത് കേൾക്കുമ്പോൾ കൈകാലുകൾക്ക് കരുത്തുള്ളപ്പോൾ യേശുവിനോട് ചേരുവാൻ പ്രൈസ് ലോർഡ് കണ്ണടച്ചവരൊക്കെ ഒന്ന് കണ്ണു തുറന്ന് എല്ലാവരും എന്നെ നോക്കി. എന്നെ കണ്ടാ വലിയ ഗുണമില്ലേലും നിങ്ങൾ എന്നെ നോക്കി നിൽക്കണം. ഇത്ര കുറച്ചു നേരത്തേക്ക് നോക്കിക്കൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഉണ്ടാവട്ടെ ഇല്ല, ഞാൻ കൊച്ചു പറഞ്ഞ് എന്നെ നോക്കി ഒരു കുഴപ്പമാണ്. നിങ്ങൾ നോക്കണം. എല്ലാവരുടെയും പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചില്ലയോ? എല്ലാവരുടെയും കണ്ണ് പള്ളിയിൽ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് നോക്കി. ആര് പ്രസംഗിക്കുന്നു, ആര് പഠിപ്പിക്കുന്നു, ക്ലാസ്സിൽ ആര് ലെക്ചർ ചെയ്യുന്നു, ടീച്ചർ പഠിപ്പിക്കുന്നു, ടീച്ചറിനെ എന്ത് ചെയ്യണം? നോക്കി നിൽക്കണം. കണ്ണിങ്ങനെ അബ്രഹാം ദൈവസന്നിധിയില് ആടുമാടുകളെ പ്രാവിനെ ഒക്കെ ഇങ്ങനെ പിളർന്നു വെച്ചിരിക്കുക. നോക്കിയപ്പോ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ ബാക്കി പറയാമോ? റാഞ്ചിൻ പക്ഷികൾ ഇറങ്ങി വന്നു. ഓ, ജീവനില്ലാത്ത ഉടലല്ലേ, മാംസ കഷ്ണമല്ലേ. റാഞ്ചൻ പക്ഷി റാഞ്ചിക്കൊണ്ട് പോട്ടെ. തെറ്റേതാ ശരിയേതാ സത്യമേതാ മിഥ്യേതാ മലിനമേതാ നിർമ്മലിനമേതാ പാപമേതാ പുണ്യമേതാ ഇരുളേതാ വെളിച്ചമേതാ മലിനമേതാ നിർമ്മലിനമേതാ എന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉപദേശം ആരുടെ പക്കലുണ്ട്? മലാക്കി 2:6-7 വേഗത്തിൽ വായിച്ചു നിർത്താൻ പോവാ. നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു. ഇല്ല, കണ്ടോ? നേരുള്ള ഉപദേശം. ഇവിടത്തെ പുരോഹിതന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നേരുള്ള ഉപദേശം. ഈ ഉപദേശിക്ക് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തോ? ഉപദേശിക്കുന്നവൻ, ഉപദേശിക്കുക. കർത്താവ് പറഞ്ഞു, teach them the word of God and make them my disciples. അവരെ പഠിപ്പിച്ച് എന്റെ ശിഷ്യരാക്കുകയും. അവരെ പഠിപ്പിക്കണം. എസെക്കിയേൽ 44-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. അതിന്റെ 23-ാം വാക്യങ്ങളൊന്ന് വായിച്ചു. നിങ്ങൾക്കറിയാവുന്ന കാര്യം, പുതിയ പ്രസംഗമൊന്നുമല്ല, പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളായത്. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലിനമായതും ദൈവത്തോടുള്ള ദൈവവചനത്തോടുള്ള തമ്പാച്ചൻ പാസ്റ്ററെ, നിന്റെ ഭയവും ഭക്തിയും എവിടെ എന്ന് ദൈവാത്മാവ് എന്നോട് ചോദിക്കുക. ഒരു ഞായറാഴ്ച വന്നാൽ ശബത്ത് ആരാധന ദിവസത്തെ അലക്ഷ്യമാക്കുക. ചിലരത് ചെയ്യും. എല്ലാവരും എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറഞ്ഞത്? 1 കൊരിന്ത്യർ 14:5. കണ്ണു തുറന്ന് വേദോസ്തമുള്ളവരൊക്കെ ഇന്ന് വായിച്ചാട്ടെ. സാത്താൻ പറയും, നീ വേദോസം എടുക്കണ്ട, നിനക്ക് വായിക്കാനും വയ്യ, നിന്റെ കാലിന് വേദനയാ, കണ്ണിന് വേദനയാ, നീ ഇരുന്നു, നീ എഴുന്നേൽക്കണ്ട, നീ സാക്ഷി പറയണ്ട, നീ പ്രാർത്ഥിക്കണ്ട. സാത്താനെ, നീ പറയുന്നത് കേൾക്കാനല്ലേ ഞാൻ വന്നത്. എന്റെ വല്യപ്പനും നീ പറഞ്ഞത് കേട്ടതാ ഈ കുഴപ്പമെല്ലാം വന്നത്. ആര്? ഈവാന്റെ ഏടം, ആദാമും അവയും അത് ചേട്ടതാ ഈ കുഴപ്പമെല്ലാം വന്നത്. അല്ലെ ആരും മരിക്കത്തുമില്ലായിരുന്നു, ആരും അയ്യോ എന്ന് വിളിക്കേണ്ട അവസ്ഥയും ഉണ്ടാവുകയില്ലായിരുന്നു. നിങ്ങളെല്ലാവരും പാസ്റ്റർ തൊട്ട് അയ്മേനി തൊട്ട് തിരുമേനി വരെ സകല ദൈവദാസന്മാരും ദാസിമാരും കുഞ്ഞുങ്ങളും പണ്ഡിതനായ പൗലോസ് പരിശുദ്ധാത്മാ പ്രേരണയിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെല്ലാവരും. എന്റെ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. എന്നെ വീഴ്ചയിൽ നിന്ന്
കാലൊടിയാതെ കൈയൊടിയാതെ രക്ഷിച്ചു എന്ന് പറയുന്നത് നല്ലതാ. ഇംഗ്ലീഷും നല്ലതാ, ഹിന്ദിയും നല്ലതാ. നിങ്ങൾ എല്ലാവരും എന്ത് പറയണം? എന്തുകൊണ്ട് പറയണം? പെന്തക്കോസ്ത് വന്നിട്ട് എത്ര നാളായി? നമ്മളെ കഷ്ടപ്പെട്ട് വിയർത്ത് ഉറക്കളച്ച് പഠിച്ച് എത്രയോ കാര്യങ്ങൾ നേടി. വസ്തു മേടിച്ചു, വീട് വെച്ചു, വാഹനം മേടിച്ചു, എന്തെല്ലാം നേടി. പക്ഷെ ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല. കർത്താവ് വരും പോകുമോ? റോമർ 8:11 യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവനോട് കൂടെ ഉയർപ്പിക്കും. റോമർ 6:4 വായിച്ച് തീർന്നില്ല മുമ്പിലത്തെ എന്റെ വാക്കുകൾ നിർത്താൻ പോവാ. അവനോടുകൂടെ dead to sin and buried with Jesus Christ, resurrected with Jesus Christ in order to walk in the newness of life. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. പാസ്റ്റർ 6 പേരെ പോയി കുഴിച്ചിട്ട് വന്ന എവിടാ കുഴിച്ചിട്ടേ? പെന്തക്കോസ്തുകാർ എവിടാ കുഴിച്ചിടുന്നേ? വെള്ളത്തിൽ. പഴയ മനുഷ്യൻ ചത്തെങ്കിൽ, പഴയ മനുഷ്യനെ കുഴിച്ചിട്ടെങ്കിൽ കർത്താവ് വരുമ്പോ പോകും കേട്ടോ. പെന്തക്കോസ്തുകാർക്ക് ക്രിസ്ത്യാനികൾക്ക് 2 കർമ്മങ്ങളാ ഉള്ളത്. നാമധേയ ക്രൈസ്തവർക്ക് 7 സേക്രമെന്റ്സ് എന്ന് പറയും, 7 കൂദാശകൾ. പെന്തക്കോസ്തുകാർക്ക് 2 കൂദാശകളും 5 ഉപദേശങ്ങളുമാണ്. 7 ഉപദേശങ്ങൾ ഉള്ളതിൽ 5 എണ്ണം വിശ്വാസത്താൽ പ്രാപിക്കാവുന്നതും 2 എണ്ണം കർമ്മങ്ങളുമാണ്, റിച്വലാണ്. കർമ്മം ഏതൊക്കെയാണ് പറയാമല്ലോ. ഇതാ നമ്മുടെ പാസ്റ്റർ ഹൈസ്കൂളിലെ ടീച്ചറാണ്, ബൈബിൾ ക്ലാസ് നടത്താണ്. സ്നാനവും തിരുവത്താഴവും, സ്നാനവും തിരുവത്താഴ 2 കർമ്മമാണ്. സ്നാനപ്പെട്ടതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകണമെന്നില്ല. തിരുവത്താഴം എടുത്തതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകണമെന്നില്ല. എന്നാൽ സ്വർഗത്തിൽ പോകാൻ ഇത് 2ഉം വേണം. ഇപ്പോഴെല്ലാം പശ്ചാത്തലം പറഞ്ഞുകൊണ്ടിരുന്ന അപ്പത്തിലെ വായിച്ച ഭാഗത്തേക്ക് വന്ന് നിർത്താം. ഈ അവസരം ഉള്ളപ്പം വിശദമായി നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4:11 വായിച്ചു. സ്ത്രീ അവനോട്, യജമാനനെ, ഈ കിണർ ആഴമുള്ള കിണറാ, 128 അടി താഴ്ചയുള്ള ശമരിയയിലെ കിണർ. 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, 5 വിധ ദേവന്മാരുണ്ടായിരുന്നു. ഇസ്രായേൽ രാജാവായ ഒമ്രി ശേമറിനോട് 2 താലന്ത് വെള്ളി കൊടുത്ത് വാങ്ങിച്ച പട്ടണമാണ്, വാങ്ങിച്ച മലയാണ് ശമരിയ മല. അവിടെ ഒമ്രി ഒരു പട്ടണം പണിതു, അതിന് ശമരിയ എന്ന് ആ പേരിട്ടു. ഇസ്രായേൽ രാജ്യത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നോക്കിയാൽ തെക്കേ അറ്റത്താണ് പലസ്തീൻകാർ താമസിക്കുന്നത്, ഗസ. അവിടെ തൊട്ട് വടക്കേ അറ്റമാണ് ലെബനോൻ. തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് യഹൂദിയ. നടുക്കുള്ളതാണ് ശമരിയ, ഏറ്റവും വടക്കുള്ളതാണ് ഗലീല. അപ്പോൾ യഹൂദിയിൽ നിന്ന് ഗലീലയിലേക്ക് യഹൂദന്മാർ പോകുന്നത് മെഡിറ്ററേനിയൻ മഹാസമുദ്രത്തിന്റെ തീരത്ത്, ശമരിയയുടെ ഒരു തീരത്തൂടാണ്. ശമരിയയിൽ ആരും യഹൂദന്മാർ കടക്കാറില്ല. അൺടച്ചബിലിറ്റി, തീണ്ടലും തൊടിയിലും കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന പോലെ യഹൂദന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നു. യേശു വന്നത് യഹൂദന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് ശമരിയയിൽ ചെല്ലുവാനാണ് യേശു വന്നത്. ശമരിയയിൽ കൂടെ കടക്കേണ്ടി വന്നു. ഒരു യഹൂദന് ശമരിയയിൽ കടക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു.
Praise the Lord. അവൾ ആരാണ്? ആഴമുള്ള കിണറിന്റെ ഒരു ഉടമയാണ്. ഇവിടെ നിങ്ങളെല്ലാം, ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാം ഇരിക്കുന്നു. എത്ര ആഴത്തിലേക്ക് ഇറങ്ങിക്ക് ഓരോരുത്തരുടെ വേദനകളും നിരാശകളും നെടുവീർപ്പുകളും മോഹങ്ങളും മോഹഭംഗങ്ങളും പരാജയങ്ങളും പ്രശ്നങ്ങളും ആകുലങ്ങളും വ്യാകുലങ്ങളും ആവശ്യങ്ങളും ആവലാതികളും അധികമല്ലേ? പ്രശ്നങ്ങളില്ലേ? പോരാട്ടങ്ങളില്ലേ? അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കവും ഇല്ലയോ? യജമാനനെ, നിനക്ക് ഇതിൽ നിന്ന് പോരുവാൻ നിന്റെ കയ്യിൽ കയറുമില്ല, തൊട്ടിയുമില്ല. യേശുവിന് കയറും തൊട്ടിയും എല്ലാം വേണോ? ഈ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ. ഇവിടെ നല്ല സൗന്ദര്യമുള്ളവളും ആരോഗ്യമുള്ളവളുമായിരുന്നു. 128 അടി ആഴമുള്ള കിണറ്റിലിറങ്ങി കോരണമെങ്കിൽ ആരോഗ്യമുണ്ടായിരിക്കണം. 5 ഭർത്താക്കന്മാരെ കൂടെ നിർത്തി 6ാമത്തേതിനെ കൂടെ 5 കളഞ്ഞിട്ട് പോയി 6ാമത്തേതിനെ കൂടെ നിർത്തണമെങ്കിൽ സൗന്ദര്യമുള്ളവളായിരുന്നു. അതേസമയം അവൾ നല്ല സാക്ഷ്യമുള്ളവളായിരുന്നു. ശമരിയ പട്ടണത്തിൽ ചെന്ന് ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ വന്ന് കാൺമീനെന്ന് പറഞ്ഞപ്പോൾ പട്ടണം മുഴുവൻ യേശുവിന്റെ അടുക്കൽ വന്നു. അപ്പോൾ അവൾ നല്ല സാക്ഷ്യമുള്ളവളായിരുന്നു. യേശു കയറും തൊട്ടിയും ഒന്നുമില്ലാതെ കോരിക്കൊടുത്തതാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ? അപ്പോൾ അവള് പറയും, യജമാനെ, ആ വെള്ളം എനിക്ക് ഞാൻ ഇവിടെ വരെയൊന്ന് വരാതിരിക്കേണ്ടതിന്. ഞാൻ വീട്ടിൽ ഇരുന്ന് കേട്ടാം, ടി വി കൂടെ കാണാം, ടി വി കൂടെ കേൾക്കാം, പവർ വിഷൻ അങ്ങോട്ട്. ഞാൻ ഇവിടെ വന്ന് കോരേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നാലൊന്നും നിങ്ങളുടെ കാര്യമല്ലേ? പിരിവ്, സ്വോത്ര കാഴ്ച, ദശാംശം, അതിന് കൊടുക്കൽ, ഇതിന് കൊടുക്കൽ. അവിടെ ആയിരുന്നെങ്കിൽ ആണ്ടിലൊരിക്കൽ ഒരു സ്വോത്രാഴ്ച വല്ലതും 50 പൈസ മനുഷ്യൻകൂട്ടിലിട്ട് കൂടി വന്നാൽ 50 രൂപ അവിടെയും കൊടുത്ത്. ഇവിടെ വന്നപ്പം ഇവിടത്തോളം വന്ന് കോരാതിരിക്കേണ്ടതിന് ഞാൻ അവിടെ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒടുവിൽ അവൾ എന്ത് ചെയ്യുന്നത്? താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ തൊട്ടിയും കയറും പാത്രവും എല്ലാം അവള് കിണറിന്റെ കരയിൽ വെച്ചു. പഴയ കിണറിന്റെ കരയിൽ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. അതെല്ലാം അവൾ ആ കിണറിന്റെ കരയ്ക്ക് വെച്ച് പഴയ കോരിയത് മാത്രമെല്ലാം ഒഴിച്ചിട്ടു. അവൾ ഓടി. IPC എബനേസർ കല്ലേലുമുക്ക് സഭയിലേക്ക് അവൾ ഓടി. പഴയതെല്ലാം അവൾ എന്തിനാ ഓടുന്നത്? മറിയ ഓടി കല്ലറയ്ക്കൽ പോയി ലാസറിനെ കുറിച്ച് കരയാൻ പോവാണെന്ന് ഓർത്ത് അല്ല, യേശു വന്നിട്ടുണ്ട്. എന്റെ ആഴം ആർക്കും അറിയത്തില്ല. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ ആർക്കും അറിയത്തില്ല. കയറില്ലാതെ പാത്രമില്ലാതെ കോരി കോരി എടുത്തതെന്ന് എന്നെ ഭാരമില്ലാത്തവളാക്കി, രോഗമില്ലാത്തവളാക്കി എന്നെ വിടുവിച്ചവന്റെ കാൽക്കൽ കൊണ്ടുവരുവാൻ കഴിവുള്ള കർത്താവിന്റെ അടുക്കലാണെന്ന് പകൽക്കാലം ദൈവദാസിയെ, ദൈവദാസനെ, കുഞ്ഞെ, നാം വന്നിരിക്കുന്നത്. അവസരമുള്ളപ്പോൾ 7 ആഴങ്ങളെ കുറിച്ചാണ് വേദവസ്തുവിൽ പറയുന്നത്. യോന ആഴത്തിലേക്ക്, ഇസാക്ക് കുഴിച്ച കിണർന്ന് ആഴത്തിലിറങ്ങി തലമുറകൾ വന്നപ്പോൾ എന്ത് ചെയ്തു? കല്ലും മണ്ണും കോരിക്കളഞ്ഞ് കുഴിച്ച് പാറമേൽ. അങ്ങനെ 7 ആഴങ്ങളെ കുറിച്ച് പറയാനായിരുന്നു. പക്ഷെ ഇനി ഭാഷകൾ പറഞ്ഞപ്പോഴും സമയം വെച്ച ദേവദാസൻ സഭയ്ക്കും നന്ദി പറയുന്നു.